ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാനിവിടെ ഒരു എഗ്ലെസ് വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. പലരും മുട്ടയൊന്നും കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഒരു 1.25 കപ്പ് മൈദ എടുക്കുകയാണ്. 1 കപ്പ് ഇട്ടു, അതിനുശേഷം 1/4 കപ്പ് പൊടി. 1.25 കപ്പ് മൈദ ഇട്ടു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ഏറ്റവും വലിയ നമുക്കിതിൻ്റെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ വിസ്ക് കൊണ്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ്. ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാനിതിവിടെ പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചപ്പോൾ ഇതൊരു 1/4 കപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് അങ്ങ് പൊടിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന ഇതിന് മിക്കവാറും 1/4 കപ്പാണ്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ചെറിയതായിട്ടുള്ള ചൂട് പാലാണ് ഒഴിക്കുന്നത്. ചെറു ചൂട്, വളരെ ചെറിയ ചൂട് പാലാണ്. 1 കപ്പ് അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് പാലിന് ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ ആ ഗ്രാനുലേറ്റഡ് ഷുഗർ അങ്ങ് വേഗം അങ്ങ് മിക്സ് ആവും. അപ്പോൾ നമ്മൾ പൊടിച്ചതായതുകൊണ്ട് ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് മുഴുവൻ ഇട്ട് കൊടുത്തു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് സാവകാശം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സാവകാശം മിക്സ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ അല്പം വിനാഗിരി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സാവകാശം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. വിനാഗിരി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കേക്കാണ്. എഗ്ലെസ് കേക്ക് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എല്ലാവർക്കും കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഓവനും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക 10 മിനിറ്റ്. ഇനി നമ്മുടെ ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഞാൻ വെച്ച് കൊടുത്തു. ഇനി ഒരു 30 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഇത് ഏകദേശം ഒരു 500 ഗ്രാം 450 മുതൽ 500 ഗ്രാം വരെ വെയിറ്റ് കാണും ഇതിന്. നമുക്ക് ഇത് പുറത്തെടുക്കാം. ഞാനിതിൻ്റെ സൈഡിലെല്ലാം പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കേക്ക് നല്ല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ മുറിക്കില്ല, ഞാനിതിൻ്റെ ഐസിങ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക.